ദീപക് മലയമേലേക്ക് പോവാം. 2016-ലും 2021-ലും ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച പാർട്ടിയാണ് പാലക്കാട് മണ്ഡലത്തിൽ BJP. ഒരു കാലത്ത് CPM-ന്റെ ശക്തി കേന്ദ്രമായിരുന്ന പാലക്കാട് രണ്ടാം സ്ഥാനത്തേക്ക് എത്താൻ BJPക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അത് 2021 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് നെഞ്ചിടിപ്പുണ്ടാക്കിയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. അത്ര മികച്ച പ്രകടനമാണ് ശ്രീധരൻ എന്ന മെട്രോമാൻ അവിടെ കാഴ്ചവെച്ചത്. ഇക്കുറി വിജയമല്ലാതെ മറ്റൊന്നും ലക്ഷ്യം വെക്കാതെയാണ് BJP അവിടെ മത്സരിച്ചിരിക്കുന്നത്. BJPയുടെ ആത്മവിശ്വാസത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം വോട്ടെടുപ്പ് കഴിഞ്ഞ ദിവസം തന്നെ കെ സുരേന്ദ്രൻ എന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇറക്കിയ ഫേസ്ബുക്ക് പോസ്റ്റാണ്. അവിടെ അദ്ദേഹം പറഞ്ഞത് നല്ലൊരു വിജയം BJPക്ക് ലഭിക്കും എന്ന് തന്നെയാണ്. ദീപക് മലയമായി NDA ക്യാമ്പിലുണ്ട്. ദീപക്, ഇപ്പോഴും അതേ ആത്മവിശ്വാസം തന്നെയാണോ? എന്താണ് NDA ക്യാമ്പിൻ്റെ, പ്രത്യേകിച്ച് BJP ക്യാമ്പിൻ്റെ അവിടുത്തെ ഒരു കണക്കുകൂട്ടൽ? എത്ര ഭൂരിപക്ഷമാണ് അവർ പ്രതീക്ഷിക്കുന്നത്? കംഫർട്ടബിൾ മെജോറിറ്റി എന്നതിനപ്പുറത്ത് എന്തെങ്കിലും കണക്കുകൾ അവർ പറയുന്നുണ്ടോ? കൃത്യമായ കണക്കുകൾ മുന്നോട്ട് വെച്ച് തന്നെയാണ് ഇത്തവണ NDA ക്യാമ്പ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഘട്ടത്തിൽ തന്നെ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ ആറ്റിക്കുറുക്കിയെടുത്ത ബൂത്ത് തലത്തിലുള്ള കണക്കുകൾ കൂടി ശേഖരിക്കുമ്പോൾ നേതാക്കളിൽ ചിലരെങ്കിലും 8,000 മുതൽ 10,000 വരെ എന്നുള്ള ഒരു കണക്കിലേക്ക് പറയുന്നുണ്ടെങ്കിൽ പോലും മറ്റു പലരും ഉറപ്പിച്ചു പറയുന്നത് 2,500 മുതൽ 4,000 വരെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മണ്ഡലം ഇത്തവണ പിടിക്കും എന്നുള്ളത് തന്നെയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളായി പറയുന്നത് കഴിഞ്ഞ തവണ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ശ്രീധരൻ മത്സരിച്ച ഘട്ടത്തിലുണ്ടായിരുന്ന 34,000 വോട്ട്, ആ വോട്ടിൻ്റെ മുകളിലേക്ക് ഇത്തവണ മുനിസിപ്പാലിറ്റിയിൽ ലീഡ് എടുക്കും എന്നുള്ളതാണ്. അത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം നേരത്തെ തന്നെ 100ഓളം ബൂത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൃത്യമായ പ്ലാൻ തയ്യാറാക്കുകയും ആ പ്ലാൻ പ്രകാരം മുൻകാലങ്ങളിൽ കൃത്യമായി കേഡർ വോട്ടുകൾ പോൾ ചെയ്യപ്പെടാതെ പോയിരുന്നിടങ്ങളിൽ അവിടെ കൃത്യമായി ശ്രദ്ധിച്ച് മൈക്രോ ലെവലിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ആ വോട്ടുകൾ കൂടി പോൾ ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസത്തിലേക്ക് NDA ക്യാമ്പ് എത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഒരു സമാന്തര പട്ടിക ഇതിനുവേണ്ടി തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് BJP കടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ സമാന്തര പട്ടിക പ്രകാരം 66,000-ഓളം വോട്ടുകൾ അവർ നോട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് കഴിയാവുന്ന അത്രയും വോട്ടുകൾ പോൾ ചെയ്തു എന്നുള്ള ആത്മവിശ്വാസത്തിലേക്ക് NDA ക്യാമ്പ് എത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കൃത്യമായ ഒരു ലീഡ് എടുക്കുകയും പിരായിരി മണ്ഡലം എന്ന NDAയുടെ ആ ക്യാമ്പ് പിരായിരി മണ്ഡലം എന്ന് പറയുന്നത് പിരായിരി, ഒപ്പം തന്നെ മാത്തൂര്, കണ്ണാടി, ഈ 3 പഞ്ചായത്തുകൾ വരുന്നതാണ്. അവിടെ ഏതാണ്ട് 16,000-ൽ പരം വോട്ടുകൾ സമാഹരിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസത്തിലേക്ക് ക്യാമ്പ് എത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കൃത്യമായി 1ാം സ്ഥാനം എന്നതിലേക്ക് എത്താൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസത്തിലേക്ക് ക്യാമ്പ് പൂർണ്ണമായും എത്തിയിട്ടുണ്ട്. അതിനപ്പുറത്ത് അഡീഷണൽ എന്നുള്ള നിലയിൽ അവർ കാണുന്ന കണക്ക്, അത് ഈ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകളുടെ ഒരു കണക്കുണ്ട്. അത് 2,500-ഓളം വോട്ടുകൾ ഒരു പക്ഷേ വന്നേക്കാം എന്നുള്ള ചില സൂചനകളുണ്ട്. അത്രയൊന്നും വന്നില്ലെങ്കിൽ പോലും ഏതാണ്ട് 1,000-1,500-ഓളം വോട്ടുകൾ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്ത് നിന്ന് വരും എന്നുള്ളത് തന്നെയാണ് NDA ക്യാമ്പ് കണക്ക് കൂട്ടുന്നത്. മറ്റൊന്ന്, കോൺഗ്രസിനകത്ത് വലിയ രീതിയിലുള്ള അടിയൊഴുക്കുണ്ടായിട്ടുണ്ട്. ആ അടിയൊഴുക്കിന്റെ ഭാഗമായിട്ടുള്ള ഐ ഗ്രൂപ്പുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ചില നേതാക്കൾ സംസാരിച്ചു എന്ന അടക്കമുള്ള കാര്യങ്ങൾ ഈ NDA ക്യാമ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നേതാക്കൾ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വോട്ടുകൾ കൂടി കോൺഗ്രസിൽ നിന്ന് ഇത്തവണ വരും എന്നുള്ളൊരു പ്രതീക്ഷ NDA ക്യാമ്പ് വെക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു കൃത്യമായ മെജോറിറ്റിയിൽ തന്നെ വിജയിക്കാൻ കഴിയും എന്നുള്ള കണക്കുകൂട്ടലിലേക്ക് ഇതിനോടകം എത്തുകയും ചെയ്തിട്ടുണ്ട്. ന്യൂനപക്ഷ വോട്ടുകളാണ് എല്ലായ്പ്പോഴും NDAക്ക് പാലക്കാട് മണ്ഡലത്തിൽ വിലങ്ങുതടിയായിട്ടുള്ളത്. ഇത്തവണ ന്യൂനപക്ഷ വോട്ടുകളുടെ കൺസോളിഡേഷൻ ഉണ്ടായിട്ടില്ല എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് NDA ക്യാമ്പിനെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നത്. സരിൻ ഇപ്പോൾ ഒരു 40,000 വോട്ടിലേക്ക് എത്തുകയാണെങ്കിൽ നേരത്തെ ആദ്യഘട്ടത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒരു 8,000 മുതൽ 10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് പോകാൻ കഴിയും എന്നുള്ള ഉറച്ച ആത്മവിശ്വാസവും കൂടി NDA ക്യാമ്പ് പങ്കുവയ്ക്കുന്നുണ്ട്. 2016 മുതൽ 2ാം സ്ഥാനത്തേക്ക് വന്ന ഘട്ടം മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 42,000 അല്ലെങ്കിൽ 40,000 മുതൽ 42,000 വോട്ട് എന്ന് പറയുന്നത് ഒരു ബേസ് വോട്ടായി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് NDA ക്യാമ്പിന്റെ വിലയിരുത്തൽ. ആ ബേസ് വോട്ട് ഒരു പ്രവർത്തനവും ഏകോപിപ്പിക്കാതെ തന്നെ കിട്ടുന്നതാണ്. എന്നാൽ ഇത്തവണ സംഘപരിവാർ സംഘടനകൾ ഉൾപ്പെടെ അടിത്തട്ടിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചതിന്റെ ഭാഗമായി മുതിർന്ന നേതാക്കൾക്ക് മൈക്രോ ലെവലിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ നിർദ്ദേശം നൽകിയതിന്റെ ഭാഗമായി പൂർണ്ണമായും എത്തിക്കാനും അതിനപ്പുറത്തേക്ക് വോട്ട് നേട്ടം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലേക്ക് NDA ക്യാമ്പ് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ ആത്മവിശ്വാസത്തിലേക്ക് ക്യാമ്പ് എത്തിയിട്ടുണ്ട്, സ്ഥാനാർത്ഥി എത്തിയിട്ടുണ്ട് എന്ന ഈ ഒരു സമയം നമുക്ക് പറയേണ്ടിയും വരും. ഓക്കെ, ദീപക് മലയമ്മയാണ് NDA ക്യാമ്പിലെ പ്രതീക്ഷകളൊക്കെ പങ്കുവച്ചത്. ദീപക് മലയമ്മയെ കുറിച്ച് കാൻഡിഡേറ്റ് പറഞ്ഞത് അന്ന് പോളിംഗ് ഡേയിൽ രാവിലെ 6:30 എഴുന്നേറ്റപ്പോൾ കണി കണ്ടത് ദീപക് മലയമ്മയാണ്. എല്ലാ ദിവസവും ദീപകിനെയാണ് കാണുന്നത്. നാളെ വരരുതെന്ന് പറഞ്ഞു. അതെ, ഒരു ദിവസം വിശ്രമിക്കാൻ പറ്റണമെന്ന് പറഞ്ഞു.